ഹായ് മക്കളെ, ഇനി ആകെ 40 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനെന്നല്ലേ? അതിനു മുൻപായിട്ട് ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഉണ്ട്. എല്ലാവരും അതിനകത്ത് കയറി ഒന്ന് ജോയിൻ ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് അതിനകത്ത് പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസ് നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു പുറമെ +2 ഓറിയൻറ്റഡായ എല്ലാ അപ്ഡേറ്റ്സും ആ ചാനലിനകത്ത് വരും. സിമിലർ വേ കുറച്ച് അഡീഷണൽ ചോദ്യങ്ങളും അതിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ആരും തന്നെ ഈ അവസരം മിസ്സാക്കരുത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ആ 40 ദിവസത്തിൻ്റെ കണക്കിലോട്ട് കിടക്കാം. ആ 40 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് മുന്നിലുള്ള ദിവസങ്ങളുടെ കണക്കാണ്. അഥവാ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും മക്കളെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഒഫീഷ്യൽ ഓണം എക്സാം എന്ന് പറയുന്നത്. അത് നിങ്ങൾ വളരെയധികം സീരിയസ്നെസ്സോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യേണ്ട പരീക്ഷയാണ്. അതിൻ്റെ പ്രധാന കാരണം ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഓണപ്പരീക്ഷയിൽ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഈ ഓണപ്പരീക്ഷയിൽ. ഇപ്പോൾ ഓണപ്പരീക്ഷയല്ല, അതിന് ഞങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ബോർഡ് എക്സാമോ മോഡൽ എക്സാമോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സീരിയസ്നെസ്സോടെ ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരിക. ഞങ്ങളൊരു +2 കുട്ടികളായി, സീനിയേഴ്സായി. സോ അതിൻ്റെയൊക്കെ ഒരു വൈബിൽ ഞങ്ങളിപ്പോൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം മക്കളെ, കാരണം നിങ്ങളുടെ ഇതേ കാലഘട്ടത്തിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ അതെല്ലാം വേണം. എല്ലാ കളിയും തമാശകളും എൻജോയ്മെൻറ്റും എല്ലാം വേണം. അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ ഈ പറയുന്ന പഠനത്തെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ +1 ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ് +2 നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അത് നിങ്ങൾക്ക് ഈ തുടക്ക സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം +1 നിങ്ങൾ പഠിച്ച യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ സ്ഥാനത്ത് +2 നിങ്ങളെ കാത്തിരിപ്പുള്ളത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. സോ ചാപ്റ്റേഴ്സിൻ്റെ വലുപ്പവും അത് ഉൾക്കൊള്ളുന്ന കണ്ടന്റുകളുടെ വ്യത്യാസവും തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇതേ കാര്യം തന്നെയാണ് എല്ലാ വിഷയങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ മുന്നിലുള്ളത്. സോ അതിനാൽ തന്നെ +1 പഠിച്ച പോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൂടെ ഒരിക്കലും നമുക്ക് +2 ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇംപ്രൂവ്മെന്റ് പരീക്ഷയാണ്. അത് +2 അവസാനമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സിമിലർ വേ പ്രാക്ടിക്കൽ എക്സാം, ഏറ്റവും കുഴപ്പിക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. സിമിലർ വേ മോഡൽ എക്സാം ഉണ്ട്. സോ ഇത്രയും ഭാരിച്ച ചുമതലകളാണ് ഈ അക്കാഡമിക് ഇയറിൻ്റെ അവസാനം നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ആ സന്ദർഭത്തിൽ തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സ് ഞാൻ അവസാനത്തെ മാസങ്ങളിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു അതിമോഹം തന്നെയാണ്. മറിച്ച് ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ തുടക്കത്തിലേ പഠിച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഒരു ബ്രഷപ്പ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾ ഇനീഷ്യലി തന്നെ മനസ്സിലാക്കി ഓരോ ദിവസവും പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വൃത്തിയായി തന്നെ ടൈം ടേബിൾ പ്രകാരം സ്ട്രക്ചേർഡായ സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോയേ തീരും. കാരണം 40 ദിവസം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വലിയൊരു നമ്പറായിട്ടും കുറേ ദിവസമുണ്ട് എന്ന തോന്നലും നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ മക്കളെ, യാഥാർത്ഥ്യം അതല്ല. മറിച്ച് അത് വളരെയധികം ചുരുങ്ങിയ ഒരു കാലയളവാണ്. ഓരോ ദിവസവും കടന്നു ചെല്ലുമ്പോഴാണ് എത്രത്തോളം അടുത്താണ് ഓണപ്പരീക്ഷ എന്ന തിരിച്ചറിവിലോട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തുക. അപ്പോഴേക്കും സമയം തീർത്തും വൈകിട്ടുണ്ടാവും. സോ അതിനാൽ തന്നെ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴും പല കുട്ടികളുണ്ട്, സാറേ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിച്ചു തീരുമ്പോഴേക്കും ഈ പറയുന്ന ഒരാഴ്ചയോളമൊക്കെ ആവും. സോ എങ്ങനെയാണ് സാറേ ചുരുങ്ങിയ സമയത്ത് ഞാൻ ഈ പറയുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും സിലബസും കവർ ചെയ്ത് ഓണപ്പരീക്ഷയിൽ മികച്ച മാർക്ക് കരസ്ഥമാക്കുക? മക്കളെ, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് കേരളത്തിൽ 15,000-ന് മുകളിൽ കുട്ടികൾ ഇപ്പോൾ ചൂസ് ചെയ്ത സൊല്യൂഷനാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഇനിയും അഗ്നിയുടെ സെക്കൻഡ് ബാച്ചിനകത്ത് അഡ്മിഷൻ ഉറപ്പാക്കാം. ഒട്ടും തന്നെ ലേറ്റ് ആയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഓണപ്പരീക്ഷയിൽ മികച്ച മാർക്കും ബോർഡ് എക്സാമിൽ നിങ്ങൾ കാത്തിരിപ്പുള്ള മാജിക്കൽ ഫിഗറായ ഫുൾ മാർക്കും കരസ്ഥമാക്കാം. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. താഴെ സ്ക്രോളിൽ കാണുന്ന നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കാം. മുഴുവൻ മാർക്കും ഞങ്ങൾ ഗ്യാരണ്ടീഡാണ് മക്കളെ. ജോയിൻ